കോട്ടയത്തും ഇടുക്കിയിലും പത്തനംതിട്ടയിലുമെല്ലാം ഇനി യു ഡി എഫിൻ്റെ നെടുന്തൂൺ എന്നത് പി ജെ ജോസഫിൻ്റെ ഗ്രൂപ്പ് തന്നെയാണ്. അതിൽ യാതൊരു തർക്കവുമില്ല. യു ഡി എഫിൽ കൃത്യമായ നിർദ്ദേശങ്ങൾ കൊടുക്കാൻ ജോസഫ് ഗ്രൂപ്പിന് കെൽപ്പുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മുസ്ലിം ലീഗിന് വടക്ക് മലബാർ മേഖലയിൽ വലിയ രീതിയിലുള്ള ആധിപത്യം ഉള്ളതുപോലെ തന്നെയാണ് ജോസഫ് ഗ്രൂപ്പിന് ഇങ്ങ് മധ്യ തിരുവിതാംകൂറിലും എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ്. മോൻസ് ജോസഫ് ആണോ അതോ പി ജെ ജോസഫിൻ്റെ മകൻ അപ്പു ആണോ ഇനി അടുത്ത പാർട്ടി ചെയർമാൻ എന്ന രീതിയിൽ മാണി കോൺഗ്രസ് പല രീതിയിൽ ജോസഫ് ഗ്രൂപ്പിൽ വിള്ളലുണ്ട് എന്ന് വരുത്തി തീർക്കാൻ കൃത്യമായി ഒരു ശ്രമം നടത്തുന്നുണ്ട്. യഥാർത്ഥത്തിൽ അപ്പു മോൻസ് ജോസഫിൻ്റെ കൂടെ തന്നെയാണ് നിൽക്കുന്നത്. ഒരു രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസവുമില്ല. പി ജെ ജോസഫ് അസന്നിഗ്ധമായി വ്യക്തമാക്കിയതാണ് മോൻസ് ജോസഫിന് ആ പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എല്ലാ ക്രെഡിബിലിറ്റിയും ഉണ്ട് എന്നുള്ളത്. വാസ്തവത്തിൽ ജോസഫ് ഗ്രൂപ്പിനെ തകർക്കാൻ എല്ലാ തരത്തിലും ജോസ് കെ മാണി ശ്രമം നടത്തി നോക്കിയതാണ്. അന്നേരം പി ജെ ജോസഫിന് ആശ്രയം എന്ന രീതിയിൽ ആ സമയത്ത് ആ ദുർഘട നിമിഷത്തിൽ പി സി തോമസ് വന്നില്ലായിരുന്നെങ്കിൽ കാര്യങ്ങൾ കീഴ്മേൽ മറിഞ്ഞനെ. എന്നാൽ ഇപ്പോൾ പി ജെ ജോസഫിന് വ്യക്തമായ പ്ലാനുണ്ട്. കാരണം പാലായിൽ ജോസ് കെ മാണി 8 നിലയിൽ പൊട്ടിയതുകൊണ്ടും കോട്ടയം ലോക്സഭാ സീറ്റിൽ തകർന്നടിച്ചതുകൊണ്ടും ഇനി മാണി കോൺഗ്രസിന് വലിയ ആധിപത്യമൊന്നും ഇല്ല എന്നുള്ളത് പകലുപോലെ വ്യക്തമാണ്. ജോസ് കെ മാണിക്ക് ഇനിയുള്ള കുറച്ച് നാൾ രാജ്യസഭയിൽ ഇരിക്കുകയും ശേഷം ആ പെൻഷൻ വാങ്ങിച്ചുകൊണ്ട് ഇരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമായിരിക്കും. നോട്ടെണ്ണൽ മെഷീൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് മാണിയെ പ്രതിരോധത്തിലാക്കിയ ഇടതുപക്ഷത്തോടൊപ്പം ചേർന്നത് മുതൽ തന്നെ വഞ്ചകൻ്റെ റോളാണ് ജോസ് കെ മാണിക്ക് എന്നുള്ളത് തീർപ്പ് കൽപ്പിച്ചതാണ് യു ഡി എഫുകാർ. അതുകൊണ്ട് തന്നെ ജോസ് കെ മാണിയെ ഇനി യു ഡി എഫിലേക്ക് പ്രവേശിപ്പിക്കുക എന്നത് സാങ്കേതിക ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. ഇനി അതിൽ നിന്നും കുറച്ചുപേർ പിളർന്ന് യു ഡി എഫിൻ്റെ ഭാഗമാകാൻ ശ്രമിച്ചാൽ ആലോചിക്കാം. എന്നാൽ ഒരു സാഹചര്യത്തിൽ പോലും ജോസ് കെ മാണിയെ തിരിച്ചെടുക്കാൻ കഴിയില്ല എന്ന് അസന്നിഗ്ധമായി വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുകയാണ്. ജോസ് കെ മാണിയോടൊപ്പം നിൽക്കുന്ന 5 MLA-മാരിൽ ആകെ റോഷിക്ക് മാത്രമാണ് ജോസ് കെ മാണിയോടൊപ്പം നിൽക്കേണ്ടതിൻ്റെ ഒരു ധാർമ്മികത. പക്ഷേ അതും പൊട്ടിപ്പൊളിയാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. റോഷി വിഭാഗം പ്രത്യേകമായ കേരള കോൺഗ്രസ് 6 ആയാൽ തീർച്ചയായും ജോസ് കെ മാണി മാനത്ത് നോക്കിയിരിക്കാനേ കഴിയുള്ളൂ. കാരണം ജോസ് കെ മാണിയുടെ കൂടെ അനുയായികൾ ഇല്ല, അദ്ദേഹത്തിന് ക്രെഡിബിലിറ്റി ഇല്ല എന്നുള്ള സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഒരു രീതിയിലും മുന്നോട്ട് പോകാൻ കഴിയില്ല. ജോസ് കെ മാണിയുടെ പാപ്പരത്വമാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്. ജോസ് കെ മാണി തെരഞ്ഞെടുപ്പിൽ തോറ്റപ്പോൾ തന്നെ റോഷി പറഞ്ഞത് തനിക്ക് നേരിയ ദുഃഖം മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. കാരണം അന്ന് വിജയിച്ചിരുന്നെങ്കിൽ റോഷി ഒന്നും എത്താതെ പോയനെ. അതുകൊണ്ട് തന്നെ റോഷി കൃത്യമായും ലക്ഷ്യമിടുന്നത് വീണ്ടും ഇടുക്കിയിൽ എങ്ങനെയും ജയിക്കുക എന്നുള്ളത് തന്നെയാണ്. അതിന് തടസ്സം നിൽക്കേണ്ടി വരുന്നത് ഇടതുപക്ഷത്തുള്ള സ്ഥാനമാണെങ്കിൽ അത് വലിച്ചെറിയാൻ റോഷി ഒരുക്കവുമാണ്. ജോസ് കെ മാണിക്ക് ഇപ്പോഴും റോഷിയെ നേരെ പിടികിട്ടിയിട്ടില്ല.